പീഡന പരാതിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. കേസ് വലിയമല സ്റ്റേഷനിൽ നിന്ന് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഗർഭഛിദ്രം നടത്താനായി ഗുളിക കഴിച്ചു എന്നത് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കിയെന്നും യുവതിയുടെ മൊഴിയുണ്ട്. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപ് വന്നിട്ടുള്ള നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം, രാഹുലിനെതിരായ കേസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിനിധികൾ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ അനന്തകൃഷ്ണനിലേക്ക് ആദ്യം. അനന്തൻ, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നിട്ടില്ല എന്നതായിരുന്നു ഈ നിമിഷം വരെ കോൺഗ്രസിന് പ്രതിരോധിക്കാനുണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ ഇനി മുതൽ അതില്ല എന്നതാണ്. എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറായിരുന്നില്ല. തുടക്കം മുതൽ താൽക്കാലികമായി സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും ഉള്ളിൽ തന്നെ രണ്ട് തട്ടിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ഘട്ടം. ഇനി രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കാം എന്നതിലപ്പുറം ഉള്ളിലുണ്ടാവുന്ന പുകച്ചിലുകൾ അതെങ്ങനെ പരിഹരിക്കാം എന്നതുകൂടി UDF-ന്റെ തലയിലേക്ക് വരികയാണ്, ആ ഉത്തരവാദിത്തത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മോത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യങ്ങൾ ഗൗരവപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നു. ഇപ്പോൾ കേസുമായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗ കുറ്റവും വീട് അതിക്രമിച്ച് കയറലും മർദ്ദനവും അടക്കമുള്ള ജാമ്യം ലഭിക്കാത്ത നോൺ ബെയിലബിൾ ഒഫൻസുകൾ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെടുമങ്ങാട് വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ക്രൈം നടന്നതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് ഈ FIR ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ പോലീസിൽ നിന്ന് കേസിൻ്റെ അന്വേഷണ ചുമതല ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ലിമിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ നമുക്ക് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള സജീവമായ നീക്കം ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുണ്ട്. രാഹുൽ എവിടെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ല. രാഹുൽ ഒളിവിലാണ്. ഒരുപക്ഷെ സംസ്ഥാനം വിട്ടിരിക്കാം, കാരണം പാലക്കാടാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ഗൗരവമായ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം രാഹുലിൻ്റെ അനുയായികളടക്കം പ്രതിരോധിച്ചതുപോലെ രാഷ്ട്രീയമായ പ്രതിരോധത്തിന് സാധ്യമല്ല. കാരണം ഇതുവരെ പാർട്ടി പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി രംഗത്ത് ഇല്ലല്ലോ എന്നുള്ളതാണ്. മാത്രമല്ല ഇതുവരെ രംഗത്ത് വരാത്ത പരാതിക്കാരിയാണ്. അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ, ഈ ശബ്ദരേഖ ആധികാരികമാണോ എന്നൊക്കെ ഉള്ള ഒരു പ്രതിരോധമാണ് തീർത്തിരുന്നത്. ഇതിനേക്കാളും ഉപരി 2, 3, 4 തവണ ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോഴൊന്നും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെൻ്റെ ശബ്ദമല്ല എന്ന് സധൈര്യം തുറന്നു പറഞ്ഞില്ല, അതിനെ നിരാകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോഴെല്ലാം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ഭാഗഭാക്കാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ശബ്ദരേഖ ഒരു ഘട്ടത്തിലും നിരാകരിച്ചില്ല. ആ ശബ്ദരേഖ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത്തരം നടപടികൾക്ക് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പെൺകുട്ടി പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് പരാതി കൈമാറുകയും പോലീസ് ഉടനടി മൊഴി രേഖപ്പെടുത്തി. ഏതാണ്ട് 5.5 മണിക്കൂർ നീണ്ടു ഇന്നലെ രാത്രിയിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ്. ആ വിശദമായ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള വിശദമായ മൊഴിയാണ് നൽകിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിക്കൊണ്ട് വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് രാവിലെയോടെ ആ കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. അല്പസമയത്തിനകം ഈ കമ്മീഷണറുടെ നേതൃത്വത്തിൽ, സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുണ്ടാകും. ഏതായാലും അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ, അത്തരം നിയമ നടപടികൾ നടക്കുമ്പോൾ പോലീസ് എവിടെയാണ് രാഹുൽ എന്ന് കണ്ടെത്താനും അറസ്റ്റ് രേഖപ്പെടുത്താനുമുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതി ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു പരാതി ലഭിച്ചതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഏതായാലും